യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു, 131 പേർക്ക് പരിക്കേറ്റു. യമൻ തലസ്ഥാനമായ സനയിലും അൽജാഫ് ഗവർണറേറ്റിലുമാണ് ആക്രമണമുണ്ടായത്. രാമോൻ വിമാനത്താവളത്തിൽ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ ആക്രമണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. അതിനിടെ ഹമാസ് നേതാക്കളെ ഉന്നമിട്ട് വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ് ഇസ്രായേൽ. ദോഹ ആക്രമണത്തിൽ രക്ഷപ്പെട്ടവരെ പിടികൂടും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. MG മിഥുൻ ആണ് ചേരുന്നത്. മിഥുൻ, കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം തന്നെ ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരുന്നു. അതിന് പിന്നാലെ ഇതാ ഹൂതികൾക്ക് മറുപടി എന്ന മട്ടിൽ അടുത്ത ആക്രമണവും നടക്കുന്നു. ഈ ഹമാസിനെ തുടച്ചു നീക്കുന്നതുവരെ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണോ നെതന്യാഹു? അഭിലാഷ്, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവവികാസങ്ങളിൽ ചില മുന്നറിയിപ്പുകൾ കൂടിയാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നതെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം വലിയ വിമർശനങ്ങൾക്കും ഒപ്പം തന്നെ വലിയ രീതിയിൽ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ദോഹ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം, ആ വിമർശനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം യമനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. അതായത് തങ്ങളെ ആക്രമിക്കുന്നത് ആരാണോ അത് അവരാരായാലും അവർക്ക് തിരിച്ചടി ഉടൻ തന്നെ നൽകുക എന്നുള്ളതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് റാമോൺ വിമാനത്താവളത്തിൽ ഹൂതികളുടെ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇന്നലെ പ്രത്യേകിച്ച് ഈ യമന്റെ തലസ്ഥാന നഗരിയിൽ തന്നെ, പ്രത്യേകിച്ച് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളുള്ള പ്രദേശം കൂടിയാണ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണ്. അവിടെയാണ് ഈ ഒരു അറ്റാക്ക് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടി അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഇങ്ങനെ ആളുകളെ സപ്പോർട്ട് ചെയ്താൽ, പ്രത്യേകിച്ച് ഈ ഹൂതികളെ പോലെയുള്ള ഹിസ്ബുള്ള പോലുള്ള ഹമാസ് പോലെയുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്താൽ അതിൽ അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടി അതിന് ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു വ്യക്തമായ സൂചനകൾ കൂടിയാണ് ഇതിലൂടെ ഇസ്രായേൽ നൽകുന്നതെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ആക്രമണം, ആ ആക്രമണം ചില കാര്യങ്ങളിൽ ചില വ്യക്തത ഇനിയും വരാനുണ്ട്. അതായത് ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ഇപ്പോഴും അതായത് സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ടോ എന്നടക്കമുള്ള ഒരു കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഖത്തറിന്റെ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നതനുസരിച്ച് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഹമാസ് അതിലൊരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമുക്കറിയേണ്ടതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആ ആക്രമണം അത് കൃത്യമായി അമേരിക്കയുടെ അറിവോടുകൂടി തന്നെ ആയിരുന്നു നടക്കുകയും ചെയ്തത്. പക്ഷേ പിന്നാലെ ഖത്തറിനെ ഇക്കാര്യം അറിയിക്കണം എന്നുള്ള നിർദ്ദേശം ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അത് അറിയിക്കാത്തതിൽ ട്രംപിന് ചില നീരസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതിന് പിന്നാലെയാണ് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ നടത്തുന്നത്. കാരണം തങ്ങൾ ലക്ഷ്യം വെച്ച ഹമാസ് നേതാക്കളെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവരെ പിന്തുടർന്ന് പിടികൂടി കൊലപ്പെടുത്തുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും നടത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് GCC അടക്കം രംഗത്ത് വരികയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഇതിന് തിരിച്ചടി നൽകണമെന്ന് അറബ് രാഷ്ട്രങ്ങൾ ഒന്നാകെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. ആ സാഹചര്യത്തിൽ പോലും തന്നെ ഇതൊന്നും തന്നെ കണ്ടെത്തില്ല, അല്ലെങ്കിൽ ഈ വിമർശനങ്ങളൊന്നും വകവെക്കുന്നില്ല എന്ന രീതിയിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും യമനിലെ ഈ ഒരു ആക്രമണത്തിൽ നിലവിൽ 35ഓളം പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും ഈ കെട്ടിടാവശിഷ്ടങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തത്. 130-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം പേരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഈ മേഖലകളിലൊക്കെ, അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവിടുത്തെ സംഘടനകൾക്കെതിരെയൊക്കെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതിൽ ഇനി അമേരിക്കയുടെ നിലപാട് എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടിയിരിക്കുന്നത്. ഈ നീക്കത്തിൽ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും? ഒപ്പം തന്നെ മറ്റൊന്ന്, ഗാസയിൽ ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടുപോകുന്ന ഈ രക്തച്ചൊരിച്ചിൽ അത് അന്തിമമാക്കാൻ, അല്ലെങ്കിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ അത് വഴിമുട്ടി നിൽക്കുന്ന സ്ഥിതിവിശേഷം, അതിൽ ഖത്തർ ഇനി എന്ത് നിലപാടെടുക്കും എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അഭിലാഷ്, യെസ്, അതാണ് ഈ ലോകരാഷ്ട്രങ്ങളുടെ നിലപാട് എന്താണ്. നെതന്യാഹു ഇത്തരത്തിലുള്ള നീക്കവുമായി തന്നെ തുടരുക എന്നുള്ളതാണ് കൃത്യമായ നിലപാട്. ഇത്തരം വിഷയങ്ങളെല്ലാം വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ചകളും ചെയ്യപ്പെടും.